ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം മേടിച്ച കുറച്ച് മാങ്ങയും നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു മാങ്ങയും കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉപ്പിലിടണമെന്ന് വിചാരിച്ചു. അല്ലെ കുറച്ചല്ലെങ്കിൽ കുറേ അച്ചാർ ഇട്ട് വെക്കുന്നില്ല. അപ്പോഴത്തേനും അത് കുറച്ചെടുത്തത് ഒരു 3-4 തവണയൊക്കെ നന്നായിട്ട് കഴുകി കേട്ടോ. അത് കേടൊന്നുമല്ല കേട്ടോ, ഒരു കറുത്ത ഇതുള്ളത്. അതെന്താ അതിൻ്റെ ആ പുറം തൊലിയുടെ ഒരു ഇതാണ്. എന്നിട്ട് അത് കഴുകി നന്നായിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മാങ്ങ ചെത്തി. എനിക്ക് എപ്പോഴും മാങ്ങ മുറിക്കുമ്പോഴത്തേനും ഒടിഞ്ഞൊടിഞ്ഞു പോകും. പക്ഷേ എൻ്റെ ഈ പ്രാവശ്യം മാങ്ങ മുറിച്ചപ്പോൾ നല്ല രീതിയിൽ വന്നു കേട്ടോ. എൻ്റെ കട്ടിംഗ് ബോർഡ് എങ്ങനെയുണ്ട്, നല്ലതല്ലേ? കട്ടിംഗ് ബോർഡല്ല കേട്ടോ, അവിടെ ഇരുന്നൊരു തടിക്കഷ്ണമായിരുന്നു. അപ്പം കൈ മുറിയേണ്ടത് നല്ല മുറിച്ചിട്ടായിരുന്നു കത്തിക്ക്. അപ്പോൾ കൈ മുറിയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അതിലെടുത്ത് അരിഞ്ഞതാണ്. അപ്പോൾ മാങ്ങയ്ക്ക് നമ്മൾ ഈ ഒരു രീതിയിലാട്ടോ അരിയുന്നത്, ഉപ്പിലിട്ട് വെക്കാനുള്ളത്. ഈ ഒരു ചെറിയ വലുപ്പത്തിൽ അരിയുന്നത്. അപ്പോൾ ടേസ്റ്റ്. പിന്നെ 2 മാങ്ങ എടുത്ത് അത് അച്ചാറിടാലോ എന്നും കൂടി ഓർത്തു. അച്ചാറിടാനുള്ള മാങ്ങയും കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് കഴുകിയിട്ടായിട്ട് ഇതാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ആലോചിച്ച് ഉലുവയും കായപ്പൊടിയില്ല. പക്ഷേ നമ്മുടെ അച്ചാറിടുമ്പോൾ ഉലുവയും കായപ്പൊടിയും മെയിനാണല്ലോ, അതില്ലാതെ. പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഉലുവയും കായപ്പൊടിയും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്തായാലും ഇത് ചുമ്മാ വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ല തിരുമ്മി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളത്തേനാകുമ്പോഴത്തേനും ഉപ്പൊക്കെ പിടിച്ച് നല്ല കുറച്ചുകൂടി രുചിയൊക്കെ ആവുമല്ലോ. പക്ഷെ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങയ്ക്ക്. ഞാൻ മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരെണ്ണം കഴിച്ച് ഭയങ്കര പുളിയായിരുന്നു മാങ്ങയ്ക്ക്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തത് ഉപ്പിലിടാനുള്ള മാങ്ങയുടെ വയ്ക്കുക. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിരുന്നപ്പോൾ കാന്താരി മുളക് ഇടുന്നത്. പിന്നെ വീട്ടിൽ കാന്താരി മുളക് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ കാന്താരി മുളക് ഒരു 10-15 പറിച്ചു. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ഈ വെള്ള കാന്താരി ഇല്ലേ, അതുകൂടെ നല്ല എരിവതിന്. നമ്മൾ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഉണ്ടല്ലോ, കൈ മൊത്തം നീറും. എന്നിട്ട് പിന്നെ കുപ്പി എടുത്തിട്ട് ഉപ്പിട്ടു. ഉപ്പിന് മാങ്ങ ഇട്ടു, മാങ്ങ മുളകിട്ടു, പിന്നെ വിനാഗിരി ഒഴിച്ചു, തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ചു, അടച്ച് വെച്ചു. അപ്പോഴത്തേക്കും 2 ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. വേണമെങ്കിൽ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ എടുക്കും. അപ്പം ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.